KTU 2019 സ്കീം S3 മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 2 തിയറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസിൻ്റെ ടൈപ്സും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ആറ്റോമിക് അറേഞ്ച്മെൻറ്റിൻ്റെ നോർമലായുള്ള റെഗുലർ അറേഞ്ച്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവുക, അതിനാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ബേസിക്കലി നമുക്കിതിനൊരു 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊരു പോയിൻ്റിലുണ്ടാകുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയും, അതാണ് പോയിൻ്റ് ഡിഫക്റ്റ്. അത് നമുക്ക് വേക്കൻസി, സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ, സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കുറച്ച് ടൈപ്സ് ഉണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പിന്നെ ലീനിയർ ആയിട്ടുള്ള ഡിഫക്റ്റുകൾ, അതിനെയാണ് നമ്മൾ ലൈൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുന്നത്, എഡ്ജ് ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഇനി നമുക്ക് തേർഡായിട്ട് സർഫസിൽ ഉണ്ടാകുന്ന സർഫസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഡിഫക്റ്റ്. ഇതിലാണ് ഗ്രെയിൻ ബൗണ്ടറി, ടിൽ ബൗണ്ടറി, ട്വിൻ ബൗണ്ടറി, അതുപോലെ സ്റ്റാക്കിംഗ് ഫോൾട്ടൊക്കെ വരുന്നത്. പിന്നെ വോളിയത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 4 മാർക്സിന് ചോദിക്കാറുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത്രയും നോക്കി വയ്ക്കുക. അടുത്തായിട്ട് ബർജേഴ്സ് വെക്ടറാണ്. അപ്പോൾ നമുക്ക് ലൈൻ ഡിഫക്റ്റൊക്കെ എന്താണെന്ന് അറിയാം. അപ്പോൾ ലൈൻ ഡിഫക്റ്റിൻ്റെ ഫിഗറാണ് താഴെ കാണിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ABC എന്നൊരു പ്ലെയിൻ എക്സ്ട്രാ നമ്മുടെ ക്രിസ്റ്റലിലേക്ക് ആഡായിട്ട് ഒരു ലീനിയർ ഡിസ്റ്റർബൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ആറ്റം ബൈ ആറ്റം ഒരു സർക്യൂട്ട് നമ്മൾ ഡിസ്ലൊക്കേഷൻ ലൈനിന് അറൗണ്ടായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനാണ് ബർജേഴ്സ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെക്ടർ വേണം. അതിനെയാണ് നമ്മൾ ബർജേഴ്സ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഈ ബർജേഴ്സ് വെക്ടർ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും ഡിസ്ലൊക്കേഷൻ ലൈനിന് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്രാങ്ക് റേറ്റ് സോഴ്സ് നോക്കാം. ഒരു ഒബ്ജക്റ്റിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻസ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതാണ് ഫ്രാങ്ക് റേറ്റ് സോഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കാരണമാണ് പെട്ടെന്ന് ഫെയിലാവാതെ കൂടുതൽ സ്ട്രെയിൻ അക്കോമഡേറ്റ് ചെയ്യാൻ ആ മെറ്റീരിയലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് ഫ്രാങ്ക് റേറ്റ് സോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ലൊക്കേഷൻ ലൈൻ പിൻ ചെയ്യും, 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ. എന്നിട്ട് എക്സ്റ്റേണലായിട്ടൊരു സ്ട്രെസ് അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലൈൻസ് അവിടുന്ന് ബോ ചെയ്യാൻ തുടങ്ങും ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ്. അങ്ങനെ അതിൻ്റെ സ്ട്രെസ്സ് കൂടും. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ലൈൻ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും വീണ്ടും. അങ്ങനെ ഒരു കേർവ്ഡ് ഷേപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ പിന്നെയും ഇത് ബോ ചെയ്ത് ഡിസ്ലൊക്കേഷനിൽ ഒരു ലൂപ്പ് നമുക്ക് ഫോം ചെയ്യും. അത് ഈ ഡിസ്ലൊക്കേഷന് ചുറ്റും. അങ്ങനെ അത് ഒറിജിനൽ ലൈനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ലൂപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ പുതിയ ഡിസ്ലൊക്കേഷൻസായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ഇതാണ് ഫ്രാങ്ക് റേറ്റ് സോഴ്സ്. ഇനി നമുക്ക് ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി, ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അഡ്ജസൻറ്റ് ഗ്രെയിനുകൾ തമ്മിലുള്ള ആംഗിൾ 50 ഡിഗ്രിനേക്കാളും കൂടുതലാവുക, അതുപോലെ തന്നെ ഹൈ എനർജി, മോർ ഡിസോർഡേർഡ് ആണ് ആറ്റമിക് സ്ട്രക്ചർ, അതുപോലെ സ്ട്രോങ് ബാരിയറാണ് ഡിസ്ലൊക്കേഷനെതിരായിട്ട് മൂവ് ചെയ്യാനൊക്കെ ഇത്തിരി പാടാണ്, ഹൈ സ്ട്രെങ്ത് ആണ്. ഇതിനെയാണ് നമ്മൾ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആംഗിൾ ലെസ് ദാൻ 50 ഡിഗ്രി സെൽഷ്യസും എനർജി കുറവും അതുപോലെ ഡിസ്ലൊക്കേഷനൊക്കെ അധികം ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി എച്ചിങ്ങിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സർഫസിനെ സ്മൂത്ത് ആൻഡ് സ്ക്രാച്ച് ഫ്രീ സർഫസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സ്പെസിമെനെ നമ്മൾ ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്യും. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ മെയിനായിട്ടുള്ള ഗ്രൂവ്സ് റിമൂവ് ചെയ്യുക, സ്ക്രാച്ചസ് ഒക്കെ കളയുക. എന്നിട്ടൊരു മിറർ ലൈക്ക് സർഫസ് ഫിനിഷ് കൊടുക്കുക. ഇതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് ചെയ്യണത് റൊട്ടേറ്റിംഗ് വീലുണ്ട്, അതിൽ ക്ലോത്ത് അല്ലെങ്കിൽ പോളിഷിങ് കോമ്പൗണ്ട്സ് മിക്സ് ചെയ്തൊരു പാഡ് ഫിറ്റ് ചെയ്തിട്ട് നമ്മളത് റൊട്ടേറ്റ് ചെയ്യിക്കുക സ്പെസിമെൻ്റെ സർഫസിലേക്ക്. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആയിട്ട് നല്ലൊരു മിറർ ലൈക്ക് ഫിനിഷ് കിട്ടും. ഫൈനലി നമ്മളത് വിഷ്വലി ഇൻസ്പെക്റ്റ് ചെയ്യും.
പ്രോപ്പർ സ്ക്രാച്ച് ഫ്രീ സർഫസ് ആയോ എന്ന്. അങ്ങനെയാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ വരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമുക്ക് അടുത്തായിട്ട് അത് നോക്കാം. ഇതൊരു പവർഫുൾ ടൂളാണ്. നമുക്കൊരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ സ്മോളായിട്ടുള്ള എന്തെങ്കിലും എലമെൻസിൻ്റെ ഒക്കെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാനായിട്ട് ഹൈ മാഗ്നിഫിക്കേഷനിൽ അതിനുപയോഗിക്കുന്ന ടൂളാണ്. ഇതിലൊരു ഇലക്ട്രോൺ ബീം ജനറേറ്റർ ഉണ്ട്. ഇതൊരു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് കറണ്ട് ഒരു ഫിലമെൻറ്റിൽ കൂടെ പാസ് ചെയ്യിച്ചിട്ട് ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കും. ആ സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസിൽ കൂടെ സാമ്പിളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യിക്കും. അപ്പോൾ ഈ സാമ്പിൾ എക്സ്ട്രീംലി തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയലായിരിക്കും. ഇതിലേക്ക് കൂടെ നമ്മുടെ ഇലക്ട്രോൺ ബീം പോകുമ്പോൾ അത് ഇൻട്രാക്ട് ചെയ്തിട്ട് പല ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ഫോം ചെയ്യും. ഇത് നമ്മളൊരു സർഫസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ഇമേജ് നമ്മൾ പഠിച്ചിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കിയെടുക്കണം. ആ ഇമേജ് വെച്ചിട്ടാണ് നമുക്ക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്നത്. അതിൻ്റെ ഫിഗറാണ് നമ്മളവിടെ കാണിച്ചേക്കുന്നത്. അടുത്തായിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ, XRD എന്ന് പറയും. ഇതും ഒരു പവർഫുൾ ടെക്നിക്കാണ് നമുക്ക് ആറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലർ സ്ട്രക്ചർ ഒരു ക്രിസ്റ്റലിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു എക്സ്റേ ജനറേറ്ററാണുള്ളത്. ഒരു എക്സ്റേ ട്യൂബ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് എക്സ്റേ ബീം ജനറേറ്റ് ചെയ്തെടുക്കും. വെരി ഷോർട്ട് വേവ് ലെങ്ത് ആയിരിക്കും. ഈ എക്സ്റേ ബീം നമ്മുടെ ക്രിസ്റ്റലായിട്ട് കോണ്ടാക്റ്റ് വന്ന് സ്കാറ്റർ ചെയ്യും. ക്രിസ്റ്റലിൻ്റെ അകത്ത് ആറ്റംസിൽ എക്സ്റേ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഈ സ്കാറ്ററിങ് നടക്കുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ബ്രാഗ്സ് ലെവലെ കണ്ടീഷൻസ് മെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫോം ചെയ്ത് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ എൻഡിലെ ഡിറ്റക്ടർ ആ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ആംഗിളും ഡിഫ്രാക്ട് ചെയ്ത എക്സ്റേയുടെ ആംഗിളും പാറ്റേണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കൊരു കുറേ പീക്സ് ഉള്ളൊരു പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യും, ഇതിൻ്റെ പൊസിഷനും ഇൻറ്റൻസിറ്റിയൊക്കെ പീക്കിൻ്റെ. എന്നിട്ട് നമുക്ക് ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് പഠിക്കാൻ പറ്റും. ഇതിനെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് എന്നാണ് വിളിക്കണത് ഈ പാറ്റേണിന്. ഇതാണ് XRD എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റിയും സ്ട്രെങ്ത്തും നാനോ കൺസെപ്റ്റും തമ്മിലുള്ളൊരു കോറിലേഷനാണ്. ഒരു മെറ്റീരിയലിൽ എത്ര ഡിസ്ലൊക്കേഷൻ ഉണ്ട് അതിനാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ വർക്ക് ഹാർഡനിങ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡിസ്ലൊക്കേഷൻ ആകുമ്പോൾ കൂടെയുള്ള വേറെ ഡിസ്ലൊക്കേഷൻസിന് മൂവ് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടാവില്ല. അപ്പോൾ അത് ഹാർഡായിരിക്കും. ഇത് മെറ്റീരിയലിന് സ്ട്രെങ്ത്തിയാണ് ചെയ്യണത്. ഇപ്പം നാനോ കൺസെപ്റ്റിൽ വരുമ്പോൾ നാനോ സ്കെയിലിൽ മെറ്റീരിയൽസിന് കൂടുതൽ സ്ട്രെങ്ത് ആയിരിക്കും. അത് കാരണം ഡിസ്ലൊക്കേഷൻസ് കുറവായിരിക്കും. അപ്പോൾ മെറ്റീരിയൽസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇമ്മൊബൈലായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ ബൗണ്ടറീസൊക്കെ ഒരു ഡിസ്ലൊക്കേഷൻ ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇത് പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹയർ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ജനറലി സ്ട്രെങ്ത് കൂട്ടും. പക്ഷെ നാനോ മെറ്റീരിയൽസ് ഇത് കുറച്ചുകൂടി കൂടുതൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കും ഡിസ്ലൊക്കേഷനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട്. ഇത്രയും ടോപ്പിക്കുകൾ നോക്കി വയ്ക്കുക മൊഡ്യൂൾ 2.